അസ്സലാമലൈക്കും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ് ചൈനീസ് ബിരിയാണി. ഏകദേശം ഫ്രൈഡ് റൈസിനോട് സാമ്യമുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയ സോസ്, ടീസ്പൂൺ വിനാഗിരി. ഇതൊക്കെ കൂടെ ചിക്കന് നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. ശേഷം ഇത് 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇതിലേക്കായിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഷെസ്വാൻ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലെക്സ്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്കായിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് സമയം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ വേവിക്കേണ്ടത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. മൂടി വെച്ച് വേവിക്കുമ്പോഴാണ് ഉള്ളൊരു ജ്യൂസി ആയിട്ടും പുറമേ ഒരു ക്രിസ്പി ആയിട്ടും കിട്ടുന്നത്. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ചിക്കൻ വേവിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. നമ്മളിത് സെറ്റ് ചെയ്യുന്നതിൻ്റെ 30 മിനിറ്റ് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യമായ റൈസ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസുമതി റൈസാണ്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി കുറച്ചുകൂടെ വലിയൊരു പാൻ എടുക്കുക. ഇത് ബിരിയാണി സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതിലേക്കായിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ, ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നാൽ ഇതിലേക്കായിട്ട് 4 ചുവന്ന മുളക് ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. 10-20 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പോർഷൻ ആണ് ഒരു 3 ടേബിൾ സ്പൂണോളം ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് അതും ഇതിന്റെ കൂടെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 10-30 സെക്കൻഡ് സമയം ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക. നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1.5 ഇഞ്ച് നീളത്തിലും ഈ കാണുന്ന കനത്തിലും കഷ്ണങ്ങളാക്കിയ ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റ് മുഴുവനായിട്ടും കേട്ടോ. ഇതിലേക്ക് ചേർത്ത് ഈ സോസ് ഉണ്ടല്ലോ, ഇത് നല്ലപോലെ ഒന്ന് തിക്കായി വന്നാൽ ഇനി ഇതിലേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്. ഈ ചിക്കനും ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/2 കപ്പ് ക്യാബേജ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ പല നിറത്തിലുള്ള ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അവനവന് ലഭ്യമായത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊക്കെ ഓരോ മിനിറ്റ് സമയം മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ സോസ് ഒഴിച്ചിട്ട് ചെയ്യുന്നതൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇനി ഇതിന്റെ അവസാനം വരെ ചെയ്തെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. പിന്നെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പാർട്ടാണ്. ഈ കാണുന്ന നീളത്തില് 1 ഇഞ്ചിലേറെ നീളത്തില് കഷ്ണങ്ങളാക്കിയത് ഇത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. 90% വേവായ വൈറ്റ് ബസുമതി റൈസ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് വേവിച്ചെടുക്കുന്ന വെള്ളത്തിലേക്കായി റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം ഓയിലും ചേർത്ത് ആ വെള്ളത്തിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. റൈസിന്റെ കണക്ക് ഇത് 3 ആൾക്ക് കഴിക്കേണ്ട റൈസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ദം ചെയ്യണം. ദം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായി ഈ റൈസിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആണ് ദം ചെയ്യേണ്ടത്. 15 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇത് സ്പൈസിയുമാണ്. എല്ലാ തവണയും ഒരുപോലെയുള്ള ബിരിയാണി നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്തെന്നോ. ചൈനീസ് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.